റിമാൻഡിൽ കഴിയുന്ന ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രന്റെ അഭിഭാഷകൻ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് പോലീസ്. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വാറണ്ട് നിലവിലില്ല എന്നായിരുന്നു അഭിഭാഷകന്റെ വാദം. എന്നാൽ വാറണ്ട് കൊട്ടാരക്കര സബ് ജയിലിൽ സൂപ്രണ്ടിന് ലഭിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് അധികവാദം കേൾക്കണമെന്ന് പോലീസ് ആവശ്യപ്പെടും. പ്രേംലാൽ പ്രബുദ്ധൻ വിവരങ്ങളുമായി. പ്രേംലാൽ, വിവരങ്ങൾ എന്താണ്? സന്നിധാനത്ത് 52 വയസ്സുള്ള സ്ത്രീയെ തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഇപ്പോൾ റിമാൻഡിലാണ് കെ. സുരേന്ദ്രൻ. ഇതുമായി ബന്ധപ്പെട്ട ജാമ്യ ഹർജിയിൽ വിധി നാളെ പറയാനിരിക്കെയാണ് പോലീസിന്റെ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ സുരേന്ദ്രന്റെ അഭിഭാഷകനായ കെ. രാംകുമാർ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച പ്രധാന വാദഗതി എന്തെന്നാൽ കെ. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വാറണ്ട് ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്ത 15 ദിവസത്തിന് ശേഷമാണ് പല കേസുകളിലും പ്രതി ചേർക്കപ്പെട്ടത് എന്ന തരത്തിലുള്ള വാദമാണ് ഉന്നയിച്ചത്. എന്നാൽ ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് പോലീസിന്റെ നിലപാട്. കെ. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ കൊട്ടാരക്കര സബ് ജയിലിൽ വാറണ്ട് എത്തിച്ചിരുന്നു. ഇത് സംബന്ധിച്ചുള്ള രേഖാമൂലമുള്ള കത്ത് ജയിൽ സൂപ്രണ്ട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇത് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പോലീസിന്റെ വാദം ഇക്കാര്യത്തിൽ വാറണ്ട് നിലനിന്നിരുന്നു എന്ന വാദം ഇന്ന് കോടതിയിൽ രേഖപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതും കൂടി പരിഗണിച്ച ശേഷമായിരിക്കും കേസിൽ നാളെ കോടതി വിധി പറയുക. പ്രേംലാൽ വിവരങ്ങൾ നൽകിയത്.